ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ വരും ദിവസങ്ങളിൽ വലിയ പുരോഗതിയുണ്ടാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ചയോടെ വിഷയത്തിൽ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്നാണ് ട്രംപ് നൽകിയ സൂചന. ഇറാനുമായുള്ള സമാധാന ചർച്ചകളിൽ വരും ദിവസങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നത്. വെള്ളിയാഴ്ചയോടെ തന്നെ വിഷയത്തിൽ ഒരു ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്നാണ് ട്രംപ് നൽകിയ സൂചനയും. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന നീക്കങ്ങൾ ഫലം കാണുമെന്നും വരുന്ന 72 മണിക്കൂറിനുള്ളിൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയതും. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദത്തെ ഇറാൻ പൂർണ്ണമായും തള്ളുന്നുമുണ്ട്. വെള്ളിയാഴ്ച ചർച്ചകൾ നടത്താൻ തീരുമാനമെടുത്തിട്ടില്ലെന്നും ട്രംപ് കള്ളം പറയുകയാണെന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയും പ്രതികരിച്ചത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ, പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് എന്നിവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇറാനെതിരായ സൈനിക നടപടികൾ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇറാൻ ഭരണകൂടത്തിനുള്ളിലെ ഭിന്നതകൾ പരിഗണിച്ചുകൊണ്ടും സമാധാനത്തിനായി ഒരു ഏകീകൃത നിർദ്ദേശം സമർപ്പിക്കാൻ അവർക്ക് സമയം നൽകുന്നതിനുമാണ് വെടിനിർത്തൽ. മുമ്പ് നൽകിയ സമയപരിധി അവസാനിച്ചാൽ ബോംബാക്രമണം പുനരാരംഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്ന ട്രംപ് ഇപ്പോൾ നയതന്ത്ര ചർച്ചകൾക്ക് വഴി മാറിയത് വലിയ മാറ്റമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ ഈ തീരുമാനത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഐക്യരാഷ്ട്രസഭയും സ്വാഗതം ചെയ്തിട്ടുമുണ്ട്. സമാധാന ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും ഹോർമുസ് കടലിടുക്കിലെ സൈനിക ജാഗ്രത കുറയ്ക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. ഇറാനുമേലുള്ള നാവിക ഉപരോധം തുടരാൻ ട്രംപ് സൈന്യത്തിന് കർശന നിർദ്ദേശവും നൽകിയിരുന്നു. ഏത് സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സജ്ജമായിരിക്കണമെന്നും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായ നിർദ്ദേശം ലഭിക്കുന്നതുവരെ ആക്രമണം നിർത്തിവെക്കുന്നുവെന്നുമാണ് ട്രംപിന്റെ നിലപാട്. അമേരിക്ക സമയപരിധി നിശ്ചയിക്കാതെ വെടിനിർത്തൽ നീട്ടുന്നത് ഇതാദ്യമായാണ്. എങ്കിലും ഇറാന്റെ ഈ നീക്കങ്ങളെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.